നിയമത്തെ അറിയിക്കാതെ ഒരു പൊതുപ്രവർത്തകനെ കുറിച്ചുള്ള പരാതി ലഭ്യമാകുന്ന സാഹചര്യത്തിൽ അത് മൂടിവെക്കുന്നത് തന്നെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ്. കോൺഗ്രസ് നാഥനില്ലാത്തൊരു കളരിയായി തീർന്നിരിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന എല്ലാ പുഴുക്കുത്തുകളും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വാർത്തകളായി വന്നതിന് ശേഷവും അകത്തവരെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഈ ജാഗ്രത വളരെ വളരെ അപകടകരമാണ്. കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിനെതിരാണ്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷണമൊത്ത ഒരു ലൈംഗിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് ഇതാ വീണ്ടും തെളിയിക്കുന്നു. ഒരു പെൺകുട്ടി കൂടി തന്നെ പിച്ചി ചീന്തിയ പരാതിയുമായി രംഗത്ത്. എല്ലാ ക്രിമിനലുകൾക്കും എന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അതായത് കുറ്റകൃത്യം ചെയ്യുന്നതിലെ സമാനതകൾ. ആദ്യ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെയാണ്. ചാറ്റ് ചെയ്യുക, വിവാഹ വാഗ്ദാനം നൽകുക, ഗർഭിണിയാകണമെന്ന് നിർബന്ധം പിടിക്കുക, റൂമിലെത്തിച്ച് കൺസെൻ്റ് ഇല്ലാതെ കടിച്ചു കയറുക, വിഷമുള്ളിൽ ഉദരത്തിലെത്തിച്ച ഭ്രൂണത്തെ അഥവാ കുഞ്ഞിനെ അശാസ്ത്രീയമായി രക്തപിണ്ഡമാക്കി കളയുക. അല്ലയോ അഭിനവ കംസജന്മമേ, നിങ്ങളുടെ അധമ വൈകല്യത്തിന് വിധേയമായ എത്ര പെൺകുട്ടികളുണ്ട്? ഇനി എത്ര ഗർഭസ്ഥ ശിശുക്കളുണ്ട്? പലതും കണ്ട് ആ നരാധമനെ പിന്തുണച്ചവർ അവിടെ നിൽക്കട്ടെ. ഗാന്ധിജിയുടെ ഖദർ ധരിച്ച് അടിമുടി അയാളെ പിന്തുണച്ച കോൺഗ്രസ് നേതൃത്വമാണ് പ്രതിക്കൂട്ടിൽ. വാക്കാലും എഴുത്താലും നിങ്ങൾക്ക് മുന്നിൽ പല പെൺകുട്ടികളും കരഞ്ഞു പറഞ്ഞില്ലേ? എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചല്ലേ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പൊറാട്ട് നാടകം കളിച്ചത്? ഇപ്പോഴത്തെ പെൺകുട്ടിയും നിങ്ങൾക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറി എന്ന് പറയുമ്പോഴും അത് DGPയുടെ ഓഫീസിൽ ഇതുവരെ എത്തിയിട്ടില്ല, ലഭിച്ചിട്ടില്ല. DGPക്ക് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഡിയോ പുറത്തെത്തുമ്പോഴെങ്കിലും തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസിന് ഈ ഗതികേട് വരുമോ? കാറിൽ ഒളിവിൽ കഴിയുന്ന ലേഡി കില്ലറായ ഈ MLA കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു എന്നത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സഹതാപം തോന്നുന്നില്ലേ? മൂക്കാതെ പഴുത്ത സൈക്കോപാത്തിൻ്റെ ജൽപ്പനങ്ങളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവർ നാളെ പറഞ്ഞ് കൈയൊഴിയാം. പക്ഷേ കോൺഗ്രസിനോ സതീശനടക്കമുള്ള നേതാക്കൾ ഇനി എന്തു പറയും ജനങ്ങൾക്ക് മുമ്പിൽ? ഈ പാപക്കറയുമായാണോ കൈപ്പത്തിക്കോട്ട് ചെയ്യാൻ നിങ്ങൾ ജനങ്ങളെ സമീപിക്കുക? നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: PM മാർഷോ, DYFI നേതാവ്; B റജി, കോൺഗ്രസ് സഹയാത്രികൻ; മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ; അഡ്വക്കേറ്റ് PM ആതിര, നിയമവിദഗ്ധ. ആദ്യം നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ്, CPIM നേതാവ് ശ്രീമതി ടീച്ചർ നമ്മുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്. അതിനു മുമ്പ് B റജി, കോൺഗ്രസ് സഹയാത്രികൻ, ഇനി എന്തു പറയുന്നു? ഇനി എന്ത് പറയുന്നു നിങ്ങൾ? അജിംഷാദ് ജി, അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. വളരെ നിഷ്പക്ഷമായി, അല്ലെങ്കിൽ നിഷ്പക്ഷമാണെന്നും അല്ല, വളരെ കൂലങ്കക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു പദത്തെ ഞാൻ സംശയത്തോടെ കാണുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുകയാണ്. എന്ത് പാപക്കറയുമായിട്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് തേടുന്നത് എന്ന് അങ്ങ് പരാമർശിക്കുകയുണ്ടായി. ഞാൻ B റജി, ഞാൻ പറയാം, ആ പാപക്കറ പറയാം. കൈപ്പത്തി ചിഹ്നത്തിൽ പതിഞ്ഞ പാപക്കറ ഞാൻ പറയാം. പാലക്കാട് MLA ആ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആൾ ഇപ്പോഴും MLA ആയി തുടരുന്നു. ഞാൻ B റജി, ഞാൻ ദയവായി തിരിച്ചെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം ആദ്യം ചർച്ചയ്ക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പോൾ PK ശ്രീമതി ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീമതി ടീച്ചർ, ഒരു പൊതുപ്രവർത്തന രംഗത്ത്, കക്ഷി രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ച് ഒരു ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചെത്തിയ MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അധമ പ്രവർത്തികൾ കേട്ടില്ലേ? ആ ലേഡി കില്ലിങ്ങുകൾ കേട്ടില്ലേ? ഞാൻ കുറച്ച് സമയം മുൻപ് അത് കേട്ടു. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. കാരണം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇതിനു മുൻപ് ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്ന് അതെടുക്കട്ടെ, സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാത്ത അങ്ങേയറ്റം വഷളായ, അങ്ങേയറ്റം ക്രൂരമായ, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു 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 നിലപാട്, സമീപനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, അതും MLAയുടെ ഭാഗത്ത് നിന്ന് ലൈംഗിക ആഭാസം എന്നാണോ അതിനെ വിളിക്കേണ്ടത്? അതോ ലൈംഗിക പീഡനം എന്നാണോ വിളിക്കേണ്ടത്? അതല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ, മറ്റേതെങ്കിലും മൃഗങ്ങൾ പോലും സ്വീകരിക്കാത്ത ചേഷ്ടകൾ എന്നാണോ പറയേണ്ടത്?
നമുക്കിപ്പോ എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഇതിനു മുൻപ് കേട്ടിട്ടില്ല. ഇതിനു മുൻപ് കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇല്ല, അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു സ്റ്റേറ്റ് ഒന്നും അല്ല കേരളം. പക്ഷേ ഇതിനു മുൻപ് ഒരിക്കലും ഇന്ന് വരെ ഇന്ത്യക്കകത്ത് ഇന്ന് വരെ ഒരു MLA-യും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള സമൂഹത്തിന്റെ അവമതിപ്പ്, സ്ത്രീകൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ, കേരളീയ സമൂഹത്തിനാകെ അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു ജനപ്രതിനിധി, ഒരു MLA, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന സമുന്നത സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി മാറി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ആ സ്ഥാനത്ത് തുടർന്നിരിക്കാൻ അനുവദിക്കുക എന്ന ഒരു സ്ഥിതി എന്തുകൊണ്ടാണ് ഈ കേരളത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ആ ഒരു പല്ലവി ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതിന് അവരുടെ ഉപദേശം വേണ്ട, നേതൃത്വത്തിന്റെ ഉപദേശം വേണ്ട. ഇതെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ സമൂഹം ഇന്ന് കാണുന്നുള്ളൂ. ഇന്ന് കേരളത്തിനകത്ത് ഇത്രയും ഭീകരവും ഇത്രയും വികൃതവും ഇത്രയും നീചവുമായിട്ടുള്ള തെറ്റ് ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള വിരൽ ചൂണ്ടാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഈ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി അടക്കം നമുക്ക് കാണുന്നത്. ഇപ്പൊ DGPക്ക് പരാതി കൊടുത്തു പെൺകുട്ടി. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി KPCC പ്രസിഡന്റ്, KPCC നേതൃത്വത്തിന് പരസ്യം കൊടുത്തു. KPCC അത് നേരെ DGPക്ക് കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് പരസ്യമായിട്ട് ഒരു പെൺകുട്ടി. പക്ഷേ DGPയുടെ ഓഫീസിൽ ഇപ്പോൾ വരെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ വരെ DGPയുടെ ഓഫീസിന് ഈ KPCCയിൽ ലഭിച്ച പരാതി ഫോർവേഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇവർ പറയുന്നു കൊടുത്തു എന്നൊക്കെ. ഓ, അത് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണല്ലേ? ഞാൻ ഇങ്ങനെ ചിലത് കേട്ടതാണ്. അതിനർത്ഥം ഇവര് വീണ്ടും ഒളിച്ചു വെക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയ പാർട്ടിയും അപഹാസ്യരാകുകയാണ്. എത്രത്തോളം ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ കേരളത്തിനകത്ത് എൻ്റെ ഒന്നും പ്രായത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സ്ത്രീയോടുള്ള സമീപനം, മൃഗങ്ങൾ, ഒരു മൃഗം മറ്റൊരു ഇണയോട് കാണിക്കുന്ന ആ സമീപനം, അത് നമുക്കറിയാം. പല രീതിയിലും മൃഗങ്ങൾ അവരുടെ സംസ്കാരം, മൃഗീയ സംസ്കാരം എന്ന് പറയാറുണ്ട്. പക്ഷെ അവർക്ക് പോലും അപമാനമാകുന്ന വിധത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പെൺകുട്ടി വീണ്ടും പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തു കഴിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേതൃത്വം സംബന്ധിച്ച ഒരു പ്രതികരണം ഈ സമൂഹത്തിന്റെ മുൻപാകെ നടത്തണ്ടേ? എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? ആരെയാണ് അവർ ഭയപ്പെടുന്നത്? അവർ തെരഞ്ഞെടുപ്പിനെയാണോ ഭയപ്പെടുന്നത്? അവർ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ കുറ്റവാളിയെ സംരക്ഷിക്കുക, കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുക എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതാണോ? ഇവിടെ ഒരു MP ഉണ്ടല്ലോ, ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന മുൻപത്തെ നേതൃത്വമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉണ്ട് പോട്ടെ, ഇപ്പോ ഈ കേരളത്തിനകത്തിരിക്കുന്ന ഒരു വനിതാ MP ഉണ്ടല്ലോ, ഇപ്പോൾ എത്തിയ പെൺകുട്ടി ഇവർക്കൊക്കെ പരാതി നൽകി. എന്തുകൊണ്ടാണ് ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള കേരളത്തിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഈ പ്രിയങ്ക ഗാന്ധിയോ അവരുടെ മുതിർന്ന നേതാക്കളോ ഇത്തരം വികൃതമായ ഒരു സമൂഹത്തെ വികൃതമാക്കുന്ന, സമൂഹത്തിന് ഏറ്റവും അധികം അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ അതിന്റെ ഗൗരവത്തോടുകൂടി കാണാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ സാധിക്കാത്തത്? ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഇതുപോലെ കുറ്റകൃത്യം ചെയ്യുന്ന പെൺകുട്ടികളെ വെറും ശവമായി കാണുന്ന, അവരുടെ ശരീരത്തിൽ എന്തും ചെയ്യാമെന്ന ഈ ധാർഷ്ട്യം കാണിക്കുന്ന അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ഈ പയ്യനെ രക്ഷിക്കുകയാണോ നിങ്ങളുടെ ഉദ്യമം? അതോ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കാനോ അതല്ലെങ്കിൽ പുറത്താക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനോ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അപ്പോ നിങ്ങൾ ഭയപ്പെടുന്നു. ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് ഞങ്ങൾക്ക് തെറ്റായി അല്ല, അങ്ങനെയല്ല വരാൻ പോകുന്നത്. ഈ സമൂഹത്തിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി
ഒറ്റപ്പെട്ട് പോകുന്നു എന്ന് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്കിടയിലും സമൂഹത്തിനിടയിൽ എല്ലാ ബഹുജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലുകളും ഈ വിഷയം ഗൗരവമായിട്ടെടുത്തു. പക്ഷേ ഗൗരവമായി കാണാത്ത ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. എന്നാൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ചില ഘടകകക്ഷികൾ പാർട്ടികളുണ്ടല്ലോ, അവരുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണ്ടേ? ലീഗിന്റെ നേതൃത്വം മുൻ MLA സലാമെല്ലാം ഉണ്ടല്ലോ, എല്ലാറ്റിനും ഇടക്കിടക്ക് വായിക്ക് തോന്നിയത് കൊതക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഈ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം അവർക്ക് പറയാൻ ബാധ്യതയില്ലേ? അവർ പറയേണ്ടതല്ലേ? അല്ല, ഈ സമൂഹത്തെ, കേരളീയ സമൂഹം ലോകത്തിന്റെ മുൻപിൽ നാണം കെട്ടുന്നു നോട്ടെന്നാണോ? ഇങ്ങനെയുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരുപാട് കേസുകൾ BJP MPയെയും മന്ത്രിയെയും സംരക്ഷിച്ച സംഭവങ്ങളെല്ലാം വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. വടക്കേ ഇന്ത്യ അല്ല കേരളം ഇന്ത്യയിൽ എല്ലാറ്റിനും മാതൃക കാണിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട്, സാംസ്കാരിക രംഗത്ത് ഔന്നത്യം പുലർത്തുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് ഈ കേരളത്തിന് അപമതിപ്പുണ്ടാക്കുന്ന ഈ സംഭവം ഇങ്ങനെ ആവർത്തിച്ച് ഓരോ പെൺകുട്ടിയും, പണ്ട് നമുക്കൊക്കെ അറിയാം, ഞാനതിന് ഉദാഹരണമായിട്ട് പറയുന്നതല്ല, ഓരോ പെൺകുട്ടിയും ഇങ്ങനെ വരികയാണ്, എന്നെ പീഡിപ്പിച്ചു എന്ന്. ഇതിന് ഉത്തരം പറയണം, ഇല്ലെങ്കിൽ ജനങ്ങൾ ഉത്തരം പറയിപ്പിക്കും. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഉത്തരം പറയിപ്പിക്കും കോൺഗ്രസ് നേതൃത്വത്തിനെ കൊണ്ട്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീമതി ടീച്ചർ. ശ്രീ കോൺഗ്രസ് സഹയാത്രികൻ ബി റജിയിലേക്ക്. റജി, ഇവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് കൂടിയായ CPIM നേതാവ് ചോദിക്കുന്നത് അങ്ങനെയാണ്, എന്താണ് കോൺഗ്രസ്സിന് പറയാനുള്ളത്? ഈ പാപക്കറ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കൈപ്പത്തിയിലുണ്ട്. നോക്കൂ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവും കേരളത്തിലെ സമുന്നതയായിട്ടുള്ള മുൻ മന്ത്രിയുമായ ബഹുമാന്യായ ശ്രീമതി ടീച്ചർ ഈ സംഭവത്തെ എന്തുമാത്രം രാഷ്ട്രീയമായി വക്രീകരിച്ചാണ് ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നതെന്ന് ഓർത്ത് അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതല്ല, ഞാൻ പറയുന്നതല്ല, അജിംഷാദ്, ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് കോൺഗ്രസ് പാർട്ടിയുമായിട്ടോ കോൺഗ്രസ് പ്രസ്ഥാനമായിട്ടോ എന്ത് ബന്ധമാണുള്ളത്? അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലവിലെ MLA അല്ല. അദ്ദേഹം എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം മത്സരിച്ചത് ഏത് ചിഹ്നത്തിലാണ്? മത്സരിച്ച് ഒരാൾ മത്സരരംഗത്ത് ഉണ്ടായി എന്ന് കഴിഞ്ഞിട്ട് അതിനുശേഷം അയാൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ രംഗത്ത് വരുന്ന തെറ്റുകളെ സംബന്ധിച്ച് അതിനെ പാർട്ടി ന്യായീകരിക്കാൻ കഴിയും. MLA പുറത്താക്കണം. ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ചു എങ്കിൽ നിങ്ങൾ ഇനി MLA ആകരുതെന്ന് പറയണം, അയാളെ പുറത്താക്കണം. ഇതെങ്ങനെയാണ്? താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അതിന് തീയതി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭരണഘടന പ്രകാരം അത് സാധുതയല്ല, നമ്പർ 1. നമ്പർ 2, നിങ്ങൾ അച്ചടിച്ച് അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് ഇറക്കിയിട്ടില്ല, നിങ്ങൾ അച്ചടിച്ച് ഒരു നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിട്ടില്ല, നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് നൽകിയിട്ടില്ല. ഓറലി, വാക്കാൽ KPCC പ്രസിഡന്റ് പറയുക മാത്രമാണ് ചെയ്തത്. ശ്രീ അജിംഷാദ്, അങ്ങ് വളരെ ആർജവത്തോടാണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ അങ്ങ് ആദ്യം CPMന്റെ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കണം, ഈ ആരോപണ വിധേയരായിട്ടുള്ള എത്ര പേരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്? ഒരു പൊളിറ്റിക്കൽ പാർട്ടി രാഹുൽ മാങ്കൂട്ടം ആരോപണം നേരിടുന്ന ആളല്ല, അതാണ് പ്രത്യേകത. രാഹുൽ മാങ്കൂട്ടം ആരോപണം നേരിടുന്ന ആളല്ല, കുറ്റാരോപിതൻ എന്ന രീതിയിൽ ഒരുപക്ഷെ നിയമപരിപ്രേക്ഷ്യത്തിൽ അങ്ങനെ പറഞ്ഞേക്കാം. പക്ഷേ അതിനു മുമ്പായി പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബി റജി. അത് വളരെ അവധാനതയോടുകൂടി നോക്കിയതിന് ശേഷം മാത്രമേ, വളരെ അവഗാഹത്തിലിറങ്ങിയതിന് ശേഷം മാത്രമേ ആ സംഭവത്തെ സംബന്ധിച്ച് താങ്കൾ പ്രതികരിക്കാവൂ. കാരണം ഞാൻ പറയാം, ഇവിടെ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഇരയായ ആളോ പറയുന്ന കാര്യമല്ല, കുറ്റം ആരോപിക്കുന്ന കാര്യമല്ല, മറിച്ച് അയാളുടെ തന്നെ ഓഡിയോ ഇറ്റ്സെൽഫ് പുറത്തെത്തുകയാണ്. ആ ഓഡിയോ അയാളുടേതാണെന്ന് ഇതാ പരിശോധനയിൽ തെളിയുകയും ചെയ്തു, ഡിജിറ്റൽ പരിശോധനയിൽ തെളിയുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഉള്ള പ്രശ്നത്തെ ഒരു കുറ്റാരോപിതൻ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു ലൈംഗിക കുറ്റാരോപിതൻ എന്ന നിലയിൽ പരിശോധിക്കപ്പെടേണ്ടതല്ല ശ്രീ റജി, ആൾക്കാരെ വിഡ്ഢികളാക്കാതെ. ഞാൻ അങ്ങയുടെ ഇത്തരത്തിലുള്ള വാദങ്ങളെ ഒന്നും നിരാകരിക്കാനോ അംഗീകരിക്കാനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനോ മുതിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം, ഞാൻ പറയാം, എന്നെ പറയാൻ അനുവദിക്കൂ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്ന ഉടൻ തന്നെ കോൺഗ്രസ് അതിൻ്റെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാളെ പാർട്ടി ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമായിട്ട് അയാൾ പ്രവർത്തിക്കുന്നില്ല. ഇനി രണ്ട്,
ഇന്ന് ഒരു പരാതി ഉയർന്നു വന്നു. ഇന്ന് ഒരു പരാതി ഉയർന്നു വന്നു. ഏതാണ്ട് 1 മണിക്കൂർ എടുത്തില്ല. കേരളത്തിൻ്റെ KPCCയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ കേരളത്തിൻ്റെ അഭിമാനവുമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അഭിമാനവുമായ ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം എന്ത് ചെയ്തു? ഉടനടി അത് നിയമ നടപടിക്ക് വേണ്ടി DGPക്ക് അത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ പൊതുമാധ്യമത്തിൽ പൊതുജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് PM മാധവനുണ്ട്, നിയമപരമായ വിഷയങ്ങൾ പറയാൻ മാധ്യമപ്രവർത്തകനായ M ജയചന്ദ്രനുണ്ട്. ഞാൻ DYFI നേതാവ് PM ആർഷോയിലേക്ക് പോവുകയാണ്. PM ആർഷോ, നിങ്ങളൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്, നിങ്ങളൊക്കെ യുവാക്കളാണ്. നിരവധി സമരങ്ങളിൽ നിങ്ങൾ ആർജവത്തോടുകൂടി പങ്കെടുക്കുകയും സമരത്തിനൊടുവിൽ ജയിൽ വരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കോൺഗ്രസിലെ നല്ല യുവാക്കൾ ഒരുപാടുണ്ട്. പക്ഷേ നോക്കൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് MLA ഇത്തരത്തിലൊരു നരാധമ പരിപാടി ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആദ്യാവസാനം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തി, പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയത് ആരൊക്കെയാണ്? അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് കോൺഗ്രസിന് കൈയൊഴിയാനാകുമോ? ആർഷോ സൗണ്ട് കിട്ടുന്നില്ല. ഓക്കെ. ഇപ്പോൾ വ്യക്തമാണ്. പറഞ്ഞോളൂ. ഇപ്പോൾ വ്യക്തമാണ്. ഈ പെർവട്ടിനെ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നിയമ നടപടിയോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ ഇയാൾക്ക് കൊടുക്കണം എന്ന നിലയിലേക്ക് പൊതുസമൂഹം ചിന്തിക്കും വിധത്തിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും വിവരങ്ങളും അത്രയും. ഇത് ഏറ്റവും ഗൗരവ സ്വഭാവത്തെ, ഏറ്റവും ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടം വരെ എത്തിച്ചതും ഈ കാലയളവിലാകെ ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പിന്തുണയും സംരക്ഷണവും ഏർപ്പെടുത്തിയത് കേരളത്തിലെ കോൺഗ്രസും അതിന്റെ നേതൃത്വമാണ്. ആ പാപക്കറ എക്കാലത്തും കോൺഗ്രസിനെ വേട്ടയാടും എന്നുള്ളതിനകത്തൊരു തർക്കവുമുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ സംഭവത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അനുഭാവി മുതൽ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മറ്റു പല നേതാക്കളും വൈകുന്നേരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ പല്ലവിയാണ്. പക്ഷെ ആ പല്ലവി ആവർത്തിക്കുന്നതിനുള്ള എന്ത് ധാർമ്മികതയാണ് ഇവർക്കുള്ളത് എന്ന ചോദ്യം പ്രസക്താണ്. ഇവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് മാറ്റി. അതായത് ഇവർ തന്നെ പറയുന്നുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ചുമക്കാൻ വയ്യ, കോൺഗ്രസിൽ അംഗമായിട്ട് തൽക്കാലം ചുമക്കാൻ വയ്യ എന്നിവർ പറയുമ്പോൾ ഈ വിഴുപ്പിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ചുമന്നുകൊള്ളണം. അപ്പൊ ഞങ്ങൾക്കൊന്നും ചുമക്കാൻ പറ്റാത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ കൊള്ളൂല എന്നിവർക്ക് ബോധ്യപ്പെടുമ്പോൾ ഇയാളെ പാലക്കാട്ടെ ജനങ്ങൾ ചുമക്കണം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ആർക്കുണ്ടെങ്കിൽ ഇവർ ഇദ്ദേഹത്തിന്റെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളും മാത്രമല്ലല്ലോ, ഇതിനും അപ്പുറത്തേക്ക് ഇനിയും പുറത്തേക്ക് വരാൻ ഒരുപാട് ഗൗരവ സ്വഭാവത്തിലുള്ള പരാതികളുണ്ട്. ഇദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടുന്നതിനുള്ള കരുത്ത്, രാജി ആവശ്യപ്പെടുന്നതിനുള്ള ആർജവം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുതൽ ഇങ്ങോട്ടുള്ള ഒരു കോൺഗ്രസ് നേതാക്കൾക്കുമില്ല എന്നതാണ് വസ്തുത. അതാണല്ലോ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്കോ ഒന്ന് നോക്കണേ. അതോടൊപ്പം തന്നെ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, പരാതി വന്നു, ഞങ്ങൾ നടപടി സ്വീകരിച്ചു എന്നാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരാതി വന്ന ഘട്ടത്തിൽ ഇവർ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? എന്താ അനുഭവം? ഇവർ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്ഷിപ്പിൽ നിന്നും പുറത്താക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, മാറ്റി നിർത്തുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളിലൂടെ ഇദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിലാണോ കോൺഗ്രസ് നേതാക്കളുടെ മുൻപിലേക്ക് പരാതി എത്തുന്നത്? ഇദ്ദേഹം MLA ആകുന്നതിന് മുൻപ്, ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആകുന്നതിന് മുൻപ് ഒക്കെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന്റെ മുൻപിൽ ഗൗരവ സ്വഭാവത്തിലുള്ള വിവിധ പരാതികൾ എത്തിയിട്ടുണ്ട്. അതിൽ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെയുള്ള ആളുകളുടെ പരാതി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ ഉൾപ്പെടെ പറഞ്ഞു, നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, KPCC പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പരാതി കിട്ടി, അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ DGPക്ക് ഫോർവേഡ് ചെയ്തു എന്നുള്ള നിലയ്ക്ക് ഈ ഘട്ടത്തിലാണോ കോൺഗ്രസുകാർക്ക് പരാതി കിട്ടുന്നത്? ഈ ഷാഫി പറമ്പിലിന്റെ മുൻപിലേക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷനുകൾ, ആക്ഷേപങ്ങൾ കടന്നു വരുന്നത് ഈ ഘട്ടത്തിലാണോ? അല്ല. അദ്ദേഹം MLA ആയതിനു ശേഷമാണോ? അല്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണോ? അല്ല.
അതിനും എത്രയോ മുൻപ് ഷാഫി പറമ്പിലിന്റെ മുൻപിലേക്ക് വിഷയങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനും എത്രയോ മുൻപ് വി ഡി സതീശന്റെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്ക് വിഷയങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവർ ഒരു നിലയ്ക്കും നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയോ ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ ആ പരാതികൾ അതാത് ഘട്ടത്തിൽ നിയമ സംവിധാനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയോ ഒരിടപെടലും നടത്തിയില്ല. വ്യക്തമായ സംരക്ഷണ കവചമൊരുക്കി സാധ്യമാം വിധം ഒക്കെ പ്രൊട്ടക്ട് ചെയ്തു. ഏറ്റവും ഒടുക്കം വിവരം പുറത്തേക്ക് വന്നപ്പോ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോ ഇവർ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. ഇനി ഇന്നത്തെ പരാതിയുടെ സ്വഭാവം തന്നെയാണല്ലോ ഈ പരാതി. ഇന്ന് ആ പരാതി കോൺഗ്രസ് KPCCയുടെ പ്രസിഡന്റിനും രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയക്കുന്നതിനോടൊപ്പം അതിന്റെ കോപ്പി പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും കൈമാറി മാധ്യമങ്ങളിലൂടെ ആ പരാതി പുറത്തേക്ക് വന്ന ഘട്ടത്തിലാണല്ലോ ഗത്യന്തരമില്ലാതെ ഞങ്ങളത് DGPക്ക് കൈമാറാൻ വേണ്ടി പോകുന്നു എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതികരിച്ചത്. അതിനു മുൻപ് ഇതൊക്കെ ഇവരുടെ മുൻപിലുണ്ട്, പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് രംഗത്തേക്ക് വരുന്നത്. ഇനി അത് മാത്രല്ല ജിംഷാദ്, ഒറ്റ കാര്യം കൂടി ഈ ആർജവം ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ഇതിനോട് കൂടെ അവർ സ്വീകരിക്കേണ്ട നടപടി. ഇന്നിപ്പോ KPCCയുടെ പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന പരാതി ജിംഷാദ് പറഞ്ഞു DGP ഓഫീസിൽ ഈ കുറ്റകൃത്യത്തിൽ ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന പരാതിക്കകത്ത് പറയപ്പെടുന്ന ഫെനി നൈനാൻ ഇപ്പോഴും അടൂരിൽ മുനിസിപ്പാലിറ്റിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാ. ഇവർ ഈ പരാതി ഫോർവേഡ് ചെയ്തതിനകത്തുള്ള ആർജവം, അതിനകത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫെനി നൈനാനെ വോട്ട് ചെയ്യരുതെന്ന് അടൂരുള്ള മനുഷ്യരോട് പറയാനുള്ള ആർജവം കൂടി കാണിക്കേണ്ടവര്. ഇവർക്ക് സത്യസന്ധത എന്തെങ്കിലും തെല്ലോളമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം പരാതിപ്പെട്ട അതിജീവിതയെ അവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും അവരുടെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ വെട്ടുകളി സംഘത്തോട് അവരെ കയറി ആക്രമിച്ചോ എന്ന് പറയാൻ നേതൃത്വം കൊടുത്ത KPCCയുടെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ അയാളിപ്പോൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുന്നത്. അയാൾക്കെതിരെ നടപടി എടുത്തുകൊണ്ട് വേണ്ടേ ഇതിനകത്ത് ഇവരുടെ നിലപാട് സത്യസന്ധാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാത്ത ഇവർ ഈ ഘട്ടത്തിലും സാധ്യമാം വിധമൊക്കെ ഈ ക്രിമിനലിന്, ഈ പ്രിഡേറ്റർക്ക്, ഈ പെർവേർട്ടിന് എല്ലാ സംരക്ഷണവും ഒരുക്കിക്കൊണ്ടിരിക്കുക. അതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന കൈപ്പത്തിക്കകത്ത് ഈ പാവക്കറയുണ്ട്. ആ കറ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അഡ്വക്കേറ്റ് PM ആതിര, ഇതിനകത്ത് ചില നിയമപരമായ വിഷയങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ പഴയ പരാതി നമ്മൾ കേട്ടതാണ്. ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒരു പെൺകുട്ടി തൻ്റെ ഉദരത്തിലേക്ക് ഗർഭിണിയാകണം, ഗർഭം ധരിക്കണം, പിൽസോ മറ്റ് ഗർഭനിരോധ മാർഗമോ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു പാവം പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം ആ കുഞ്ഞിൻ്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയെ കൊല്ലാൻ അശാസ്ത്രീയമായ മാർഗത്തിൽ, ഈ ഫെലോപ്യൻ ട്യൂബിലാണോ ഈ കുഞ്ഞ് ഭ്രൂണമുള്ളത്, അതോ ഈ ഇറ്റ്സെൽഫ് യൂട്രസിൽ തന്നെയാണോ, ഇതൊന്നും അറിയാതെ, ഇതൊന്നും സ്കാൻ ചെയ്യാതെ വെറുതെ പാരസെറ്റമോൾ മേടിക്കുന്ന ലാഘവത്തിൽ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കുകയാണ്. ഇതൊക്കെ ക്രൂരത കേട്ടതാണ്. ഇപ്പോൾ ഇതാ പുതിയ പരാതി എത്തിയിരിക്കുന്നു. ഇതുപോലെ ഒരു കോൺഗ്രസ് നേതാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഹോം സ്റ്റേയിൽ വെച്ച് കൺസെൻ്റ് ഇല്ലാതെ കടിച്ചു കീറുന്നു ഒരു പെൺകുട്ടിയെ. ഇങ്ങനെ ഒരു നരാധമൻ. നിങ്ങൾ നിയമങ്ങളിലൊക്കെ പറയാറില്ലേ ഈ മോഡസ് ഓപ്പറൻഡിയെക്കുറിച്ച്, അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിലെ സമാനതകൾ, ചില കുറ്റവാളികൾ, ഇയാൾക്കും ആ സമാനതയുണ്ട്. ആദ്യ പെൺകുട്ടിയെ എങ്ങനെയാണോ പീഡിപ്പിച്ച് നശിപ്പിച്ചത് അതുപോലെ, നശിപ്പിച്ചു എന്ന വാക്ക് ശരിയല്ല, കാരണം അവരല്ല നശിക്കുന്നത്, കുറ്റവാളിയാണ്. പക്ഷേ ഞാൻ ആ പ്രയോഗം അങ്ങ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിയെയും അതുപോലെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. അതുപോലെ ഗർഭിണിയാക്കണം എന്ന് വാശി പിടിക്കുന്നു. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ കൊല്ലാൻ മുതിരുന്നു. അതേ ഒരേ രീതി ഈ ക്രിമിനലിന്. PM ആതിര, സത്യത്തില് സമാനതകളില്ലാത്ത ക്രൈമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പ്രതിയായി നിന്നുകൊണ്ട് പല പെൺകുട്ടികളുടെ മീതെ, പല സ്ത്രീകളുടെ മീതെ നടക്കുന്നത് സമാനതകളില്ലാത്ത ലൈംഗിക കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുമാണ്. അത് ആ നിലയ്ക്ക് വേണ്ടത്ര ആഴത്തിൽ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആകുലതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ പ്രിവിലേജുള്ള ആളുകൾ ഇത്തരം ക്രൈമുകൾ ചെയ്യുകയും അത് മൂടി വെക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അതിനെ തേച്ചു മാച്ച് കളയുന്നതിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ഒരു ആൺകൂട്ടത്തെ അത്തരം ആളുകളെ ചുറ്റിലുണ്ടാക്കി വെക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം ക്രൈമുകൾ ഓടുള്ള പൊതുസമൂഹത്തിന്റെ സമീപനത്തിൽ തന്നെ മാറ്റങ്ങൾ
വരുമോ എന്നുള്ള ഒരു ആകുലതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്ന് പുറത്തു വന്ന പരാതിക്കകത്ത് തന്നെ എത്ര ക്രൂരമായിട്ടാണ് ആ പരാതിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇതിനു മുമ്പ് വന്ന പരാതിക്കകത്ത് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്തോറുമാണ് ഇതൊക്കെ ഒരു കുറ്റകൃത്യമാണ്, ആഴത്തിലുള്ള കുറ്റകൃത്യമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നീതിന്യായ വ്യവസ്ഥയും നിയമവ്യവസ്ഥയൊക്കെ ഉള്ള ഒരു ആധുനിക സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടുള്ള കാലത്ത് സ്ത്രീകളെ മീതെ ഇത്തരം അതിക്രമങ്ങളൊക്കെ നടത്തിയാൽ തല്ലാനും കൊല്ലാനും ഒക്കെ അധികാരമുള്ള പ്രമാണിമാരുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് അതിനോട് കണക്ക് പറഞ്ഞ് അതൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിക്കും വിധമുള്ള നിയമങ്ങൾ ഈ നാട്ടിനകത്തുണ്ടായതും നീതിന്യായ വ്യവസ്ഥ ഉണ്ടായതും. അതിനെയൊക്കെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം, ഇങ്ങനെയുള്ള ഒരാൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, ജനപ്രതിനിധിയായി നിന്നുകൊണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഫാൻ ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് പറഞ്ഞാലും ആർപ്പ് വിളിക്കുന്ന ഒരു ഫാൻ ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് ഒക്കെ ഇവര് ഈ സംവിധാനത്തെ, ഈ നീതിന്യായ സംവിധാനം കടന്നു വന്ന ഒരു കാലത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് എന്നെ ഇതിനകത്ത് ഉത്കണ്ഠപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള ക്രൈമുകളാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ക്രൈമുകൾ സിവിയർ ഒഫൻസ് ആണ്, കൂടിയ കുറ്റകൃത്യങ്ങളാണ്, സെഷൻസ് ഒഫൻസുകളാണ്, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടുന്ന കുറ്റകൃത്യമാണ് എന്നൊക്കെ പറയാൻ കഴിയും വിധം നിയമം നടന്നു വന്നൊരു വഴിയുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരിലും ചോരയിലും ചവിട്ടി നിയമം നടന്നു വന്നൊരു വഴിയാണ്. അതിനെയാണ് കൊഞ്ഞനം കുത്തുന്നത്, അതിനെയാണ് പരിഹസിക്കുന്നത്, അതിനെയാണ് വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളിക്കൊപ്പം ആർപ്പ് വിളിക്കുന്ന ആളുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പൊ ഈ പുരുഷ കമ്മീഷൻ ഉൾപ്പെടെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ, ഇയാൾക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനകത്തുള്ളത്, അതല്ലാതെ തന്നെ അയാള് വളർത്തിക്കൊണ്ടുവന്നിട്ട് അയാളുടെ ചുറ്റിലും നിർത്തി വെച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ കീഴടക്കാൻ സന്നദ്ധമാവാതെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നത് മറ്റേതെങ്കിലും പ്രതിയെ പോലെയാണ്. ഒരു ജനപ്രതിനിധിയല്ലേ, അയാൾക്ക് എത്ര കാലം ഇങ്ങനെ ഒളിവിൽ പോകാൻ ഒരു ജനപ്രതിനിധി? അങ്ങനെയാണെങ്കിൽ ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചതിന് ശേഷം അയാള് നിയമവ്യവസ്ഥയെ പറ്റിക്കാൻ ശ്രമിച്ചോട്ടെ. ജനപ്രതിനിധിയായി നിൽക്കുകയും അതോടൊപ്പം തന്നെ നിയമവ്യവസ്ഥയെ പറ്റിക്കാനും ഒളിവിൽ പോകാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ക്രിമിനൽ, നേരത്തെ പറഞ്ഞ മോഡസ് ഓപ്പറാൻഡിയാണ്. ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനം തുടർന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നടന്ന വഴികളെയൊക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള, അത് മാത്രമല്ല നിയമപരമായി ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ കൂടി എനിക്കുണ്ട്. ഞാൻ അതിലേക്ക് എത്താം. ശ്രീ എം ജയചന്ദ്രനിലേക്ക് പോയതിനു ശേഷം ഞാൻ തിരിച്ചെത്താം. ശ്രീ എം ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ, അതായത് ഈ മൂക്കാതെ പഴുത്തെത്തിച്ച, ഒരു സമരങ്ങളിൽ പങ്കെടുക്കാത്ത, കേവലം ചാനൽ ചർച്ചകളിലൂടെ പങ്കെടുത്ത് മാത്രം രംഗത്തെത്തിയ ഇയാളെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളത്തിലൊരു പൊതുപ്രവർത്തകനായി, നേതാവായി അവതരിപ്പിച്ചത് ആരാണ്? അയാൾക്ക് പാലക്കാട് സീറ്റ് മറ്റുള്ള പലരെയും പിണക്കി അവരുടെ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടവരെയൊക്കെ ഒഴിവാക്കി അവരോധിച്ചത് ആരാണ്? അവർ പറയണ്ടേ ഇതിന് ഉത്തരവാദിത്വം? ശ്രീ എം ജയചന്ദ്രൻ. അജിംഷാദെ, ഇപ്പൊ ഈ ചർച്ചയിൽ UDF വേണ്ടി അല്ലെ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനിരിക്കുന്നത് ശ്രീ ബി റജി ആണല്ലോ. റജി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ, UDFകാർ, കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇക്കാര്യത്തിൽ? ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF, പ്രത്യേകിച്ച് CPM ഇറക്കുന്ന ഒരു ഒടിവിദ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് വാസ്തവത്തിൽ പിന്നെ ആ കുട്ടി ഒരു പരാതി അയക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുകൂടെ പരിശോധിക്കണ്ടേ റജി, നിങ്ങളൊക്കെ? അതിൽ ആ പരാതി, ഞാൻ മുൻ പരാതിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇപ്പൊ തൽക്കാലം, കാര്യം നമ്മുടെ മുമ്പുള്ള ഇന്നത്തെ ആണല്ലോ. ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട് ഇയാൾക്ക് കേട്ടോ, ഈ നീചനായ ജനപ്രതിനിധിക്ക്. ഹാബിച്വൽ ഹ്യൂമനൈസർ, നാട്ടുഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ സ്ഥിരം പെണ്ണുപിടിയൽ എന്ന് പറയും. അപ്പൊ അത്ര മഹത്വം ആർജിച്ച ഒരു സ്ഥിരം പെണ്ണുപിടിയനെ ന്യായീകരിക്കാനാണ് റജി ഇവിടെ ഇരിക്കുന്നത്. പെണ്ണുപിടിയനല്ല സാർ, യഥാർത്ഥത്തിൽ അതിക്രമിയാണ്, പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കുന്നവനാണ്. അജിംഷാദ്, ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, എന്റെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞതിനോടൊന്നുമല്ല. പിന്നെ ബഹുമാനപ്പെട്ട ആശ്രയും ബഹുമാനപ്പെട്ട ആതിരയും ഒന്നും പറഞ്ഞതല്ല, അജിംഷാദ് പറയുന്നതല്ല എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്ത് MLA സ്ഥാനം രാജിവെപ്പിക്കരുത്. കാരണം കോൺഗ്രസിന്റെ നിലവാരം, സംസ്കാരം കേരളത്തിൽ ഇതാണെന്നുള്ളത് ഇനിയും അനുനിമിഷം തെളിഞ്ഞുകൊണ്ടേ ഇരുന്നോളും.
രാജിവെപ്പിക്കരുത്. പിന്നെ ശ്രീ ബി റജി, ഞാൻ പറയുന്നത് അയാളെ രാജിവെക്കാൻ പറയേണ്ടതില്ല. ഇപ്പൊ അടുത്ത മാസം നിയമസഭാ സമ്മേളനം തുടങ്ങുമല്ലോ, അവിടെയും നിങ്ങൾ കൊണ്ടുവരണം. ഈ മാന്യ പിന്നെ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരണം, അസംബ്ലി കൊണ്ട് ഇരുത്തണം. എല്ലാവരുടെയും 140 MLA-മാരുടെ ഇടയിൽ ഇരിക്കട്ടെ ഇയാള്. ഇപ്പൊ കാനത്തിൽ ജമീല ഇല്ല, ബാക്കി 139 പേർ എപ്പോഴും ഉണ്ടല്ലോ, അവിടെ ഇരിക്കട്ടെന്നേ. അയാൾ നിയമസഭാ നടപടികളൊക്കെ പങ്കെടുപ്പിക്കണം. UDF പാർലമെന്ററി പാർട്ടിനെ പുറത്താക്കിയതിലായ ഒറ്റയ്ക്കൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഇരുത്തി തന്നെ പങ്കെടുപ്പിക്കണമെന്നേ. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്ര മഹത്തായ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെ 21 സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ തിരുശേഷിപ്പുകൾ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ ജനങ്ങൾ ഈ കോൺഗ്രസിൽ നിന്ന്. നിങ്ങളത് ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു, അതിന് നിങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇയാളെ രാജിവെപ്പിക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. ഇയാളെ ചുമന്നുകൊണ്ട് നടക്കട്ടെ ഈ കോൺഗ്രസ്. അതിന് കോൺഗ്രസ് മെലിയുകയാണോ വണ്ണം വെക്കുകയാണോ എന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്യട്ടെ ആ പാർട്ടിക്കും UDF-നും ഒന്നാകെ. അതാണ് ബി റജി അത് അദ്ദേഹത്തിൻ്റെ രോഷമാണ്. കാരണം ഇങ്ങനെ ഒരാളിനെ ഈ നിയമസഭയ്ക്ക് ചുമക്കേണ്ടി വരും. നോക്കൂ, ഒളിവിൽ പോകുമ്പോൾ പോലും അയാൾ അടിച്ച പെട്രോളിന് പൈസ ഈ ജനം നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇങ്ങനെ പീഡനം നടത്തിയിട്ട് ഒളിവിൽ പോകുമ്പോൾ പോലും, അയാൾ ചുവന്ന പോളോ കാറിൽ പോകുമ്പോൾ പോലും അയാൾ അടിക്കുന്ന പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് പണം ഖജനാവിൽ നിന്ന് നൽകേണ്ട ഗതികേടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ നേരത്തെ ശ്രീ എം ജയചന്ദ്രൻ ചോദിച്ചാണ് ഇത് CPIM-ൻ്റെ തന്ത്രമാണ് ഇലക്ഷൻ സമയത്ത് എന്നൊക്കെയായിരുന്നല്ലോ നിങ്ങൾ അവസാന ഘട്ടത്തിലും വാദിക്കാൻ ശ്രമിച്ചത് ബി റജി. മുഖ്യമന്ത്രിക്ക് അതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ പോയത്, അങ്ങനെയായിരുന്നല്ലോ നിങ്ങൾ വാദിച്ചത്. അങ്ങനെയാണെങ്കിൽ കേട്ടോളൂ, ഇപ്പോഴത്തെ പെൺകുട്ടി പരാതി കൊടുത്തത് രാഹുൽ ഗാന്ധിക്കാണല്ലോ, മുൻ വയനാടൻ MP-ക്ക്, കോൺഗ്രസിൻ്റെ നേതാവിന്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കാണല്ലോ, പ്രിയങ്ക ഗാന്ധിക്കാണല്ലോ, KPCC പ്രസിഡന്റിനാണല്ലോ ഈ പെൺകുട്ടി പരാതി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്താ പോലീസ് സ്റ്റേഷനിൽ പോകാതെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് പരാതി കൊടുത്തത്? എന്തിനാ റജി? നോക്കൂ, ഈ അങ്ങയുടെ രോക്ഷം ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാനും അതേ വൈകാരികമായിട്ടുള്ള അതൊന്നും കാണുന്നില്ല. അല്ല, നോക്കൂ, രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഒരു മറുപടി പറയേണ്ടത് ബഹുമാന്യനായ ജയചന്ദ്രൻ സാറിനോടാണ്. അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ഇരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനാണെന്ന്. ഞാൻ അങ്ങയുടെ തെറ്റിദ്ധാരണയെ ഞാൻ മാറ്റുവാണ്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ സഹയാത്രികൻ എന്നുള്ള നിലയിലും ആ ആദർശത്തിൽ വിശ്വസിക്കുന്ന എന്നുള്ള നിലയിലും ഞാൻ ഇന്ന് അങ്ങേയറ്റത്തെ എനിക്ക് അഭിമാനബോധമുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കാൻ, കാരണം എൻ്റെ പാർട്ടി അയാൾക്കെതിരെ യുക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടിയുടെ നേതാവ് ബഹുമാന്യനായ സണ്ണി ജോസഫ് ഇന്ന് കിട്ടിയ പരാതി 1 മണിക്കൂർ തികയുന്നതിന് മുമ്പേ എടുത്ത് DGP-ക്ക് അയച്ചു നിയമ നടപടി ചെയ്യാൻ. നിങ്ങളുടെ പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? പെൺകുട്ടി, ഒരു വളരെ വ്യക്തിത്വമുള്ള പെൺകുട്ടി, മാധ്യമപ്രവർത്തക, അവർ പറഞ്ഞു ഈ VD സതീശനോട് ഇത്തരത്തിൽ മോശം കമൻറ്റുകൾ അയക്കുന്നു. ഇതൊക്കെ പലതും VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഇവരുടെ കയ്യിൽ ഈ പരാതികൾ ലഭിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ലഭിച്ച ഉത്തരം എന്താണ്? ഇത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും പ്രശ്നമാവില്ല. അപ്പോൾ ഇതൊക്കെ കണ്ണടച്ച് വിഴുങ്ങലാണോ? ആ പെൺകുട്ടി ആദ്യം ഇത് പുറത്തെത്തിച്ച് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞു വന്ന പെൺകുട്ടി എന്താ പറഞ്ഞതെന്നറിയാമോ? പെൺകുട്ടി പറഞ്ഞത് ഇതൊക്കെ അറിയേണ്ടടുത്ത് പിതൃ വാത്സല്യത്തോടു കൂടി കാണുന്ന ആളാണ് എന്ന് സതീശൻ തന്നെ പറഞ്ഞ്. ആ പെൺകുട്ടി പറഞ്ഞു പ്രതിപക്ഷ നേതാവിനോട്, VD സതീശനോട്, ഇത്തരത്തിലൊരാളാണെന്ന്. അതിനുശേഷമാണ് MLA സീറ്റ് കൊടുത്തത്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും കയ്യിൽ പേപ്പറുകൾ, പരാതികൾ ഉണ്ടായിട്ടും അന്നൊന്നും DGP-ക്ക് കൈമാറിയില്ല, പാർട്ടി നടപടിയെടുത്തില്ല, എല്ലാ സ്ഥാനങ്ങളും കൊടുത്തു. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് 1 മണിക്കൂറിനുള്ളിൽ DGP-ക്ക് കൊടുത്തത്. DGP-യുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ല എൻ്റെ അറിവ് ഇപ്പോൾ വരെ, ശരിയാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങൾ ആ പറയുന്നതിന് എന്ത് സാധുതയാണ്, എന്ത് മൂല്യമാണ്, എന്ത് നൈതികതയാണ്? അതാണ് PM മാർഷോ ചോദിച്ചത്. നൈതികതയ്ക്ക് ഒരു മാതൃക കാട്ടേണ്ടത് ആരാണ്? ഇന്ന് കേരളം ഭരിക്കുന്ന CPM, ഞാൻ പറയുകയാണ്, അല്ല, CPM എന്ന പാർട്ടി കാട്ടുന്ന മാതൃക കേരളം കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഒരു പീഡന ആരോപണം വന്നപ്പോൾ അവർ കമ്മീഷനെ വെച്ചു, പാർട്ടി കമ്മീഷനെ. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനം അതല്ല ചെയ്തത്. ഈ ഒരു പൊതുമാധ്യമത്തിൽ ആദ്യം തന്നെ അത്തരത്തിലൊരു ആരോപണം ഉയർന്നപ്പോൾ അയാളുടെ പാർട്ടി സ്ഥാനം മാറ്റിക്കളഞ്ഞു.
അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എവിടെ അയാളെ മാറ്റി? MLA, താങ്കൾക്ക് അയാൾ താങ്കൾക്ക് ആ പാർലമെന്ററി പാർട്ടി പാർട്ടിയിലെ ആ അംഗത്വമല്ല. പാർട്ടി അപ്പൊ അച്ചടക്കം നമ്മൾ അതുകൊണ്ട് ഒരുപാട് ചർച്ച ചെയ്താണ്. ആ അതുകൊണ്ട് അച്ചടക്ക നടപടി എടുത്ത ഒരു ഷീറ്റ് താങ്കൾ കാണിക്കാമോ? അതുകൊണ്ട് KPCC-യുടെയോ അയാളുടെ വക്കാലത്ത് എടുക്കേണ്ട ലെറ്റർ ഹെഡിൽ ബി റജി അയാളുടെ വക്കാലത്ത് പിടിക്കേണ്ട ഒരാവശ്യം ഞാൻ എനിക്കില്ല. താങ്കളെ വെല്ലുവിളിക്കുന്നു. എന്താണ്? KPCC-യുടെ ലെറ്റർ ഹെഡിൽ താങ്കളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇത്ര കാലത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കാലത്തേക്ക് പുറത്താക്കിയിരിക്കുന്നു എന്ന് ഡേറ്റ് സഹിതം പറഞ്ഞ ഒരു കുറിപ്പ് നിങ്ങളുടെ പാർട്ടി ആസ്ഥാനത്ത് നിന്നോ KPCC പ്രസിഡന്റോ ഇറക്കിയത് താങ്കൾക്ക് കാണിക്കാമോ? അങ്ങ് KPCC-യിൽ താങ്കൾ എനിക്കൊന്ന് വാട്സാപ്പിൽ അയക്കും. അതിന്റെ ഒരു പ്രിന്റ് എങ്കിലും ഒന്ന് വാട്സാപ്പിൽ അങ്ങ് KPCC-യിൽ അന്വേഷിച്ചാൽ അത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അങ്ങേക്ക് താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കൂ. കോൺഗ്രസ് എന്ന് പറയുന്ന താങ്കൾ പ്രസ്ഥാനം താങ്കൾ അന്വേഷിച്ച് നോക്കൂ. വാക്കാൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സണ്ണി ജോസഫ് ഒരു വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് അയാളെ പാർട്ടി താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാലം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭരണഘടന പ്രകാരം കാലം പറയാത്ത സസ്പെൻഷന് സാധുതയില്ല. നിങ്ങളുടെ ഭരണഘടനാ പ്രകാരം കോൺഗ്രസിൻ്റെ 2 അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടിച്ച ഒരു നോട്ടീസും അച്ചടക്കക്കുറിപ്പായി ഇറക്കിയിട്ടില്ല. നോക്കൂ അജിംഷാദ്, അങ്ങനെയുള്ള അങ്ങനെയുള്ള ദുർബലമായ വാദമുഖങ്ങൾ ചെയ്തുകൊണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അങ്ങ് കുറ്റപ്പെടുത്താമെന്ന് അങ്ങ് ധരിക്കേണ്ട. ഇത് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമുള്ള, ആർജവമുള്ള, സുതാര്യമായി പ്രവർത്തിക്കുന്ന, ജനാധിപത്യത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, സുതാര്യതയുള്ള ഒരു പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. ഇവിടെ നടപടികൾ സ്വീകരിക്കും, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഇത് CPIM ഇറക്കിയ ഗിമ്മിക്കാണ്, അതാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി ഇപ്പോൾ കൊടുത്തത് എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ന്യായീകരിച്ചത് എന്തിനാണ്? അത് ഞാൻ പറയട്ടെ. ഒരു പരാതി, ഒരു പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കാണോ പരാതി കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കാണോ പരാതി കൊടുക്കേണ്ടത്? ഇപ്പോൾ പെൺകുട്ടി രാഹുൽ ഗാന്ധിക്കാണല്ലോ പരാതി കൊടുത്തത്, KPCC-ക്കാണല്ലോ പരാതി കൊടുത്തത്. P. ശശിക്കെതിരായിട്ടുള്ള പരാതി ആർക്കാ കൊടുത്തത്? അതാണ് ഈ ആരോപണങ്ങൾ. പൊതുവിലൊരു കാര്യം പറയാം. മറ്റുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു ആരോപണമല്ല ഇത്. ഇത് ഓഡിയോ പുറത്തെത്തുകയും ആ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോൺഗ്രസ് MLA-യുടെ തന്നെയാണെന്ന് വൈദ്യപരിശോധന മീൻസ് ഡിജിറ്റൽ പരിശോധനയിലൂടെ ബോധ്യമാവുകയും ചെയ്തതാണ്. അങ്ങനെ ബോധ്യമായ ഘട്ടത്തിൽ അതിന് കുറ്റാരോപണം എന്ന രീതിയിലുള്ള മെറിറ്റ് അല്ല ഉള്ളത്. അതുകൊണ്ട് മറ്റുള്ള ചില വിഷയങ്ങൾ, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കേൾക്കുന്ന വിഷയങ്ങൾ, ആരോ പറയുന്ന വിഷയങ്ങൾ, അഭ്യൂഹങ്ങളൊന്നും അല്ല എടുത്ത് ഉദ്ധരിക്കേണ്ടത്. താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിന്ന് പറയൂ. ഞാനൊരു കാര്യം ചോദിക്കുന്നു, എന്തിനാണ് KPCC പ്രസിഡന്റും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി കൊടുത്തത് ഈ പെൺകുട്ടി? ഞാൻ അതിന്റെ മറുപടി പോലീസ് സ്റ്റേഷനിലല്ലേ കൊടുക്കുന്നത്? ഞാൻ എല്ലാ പാർട്ടിക്കും ചിലപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർ അതിന്റെ നേതാക്കൾക്ക് കൊടുക്കുമായിരിക്കും. അവിടെയാണ് ഞാൻ ചോദിച്ചത്. രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തതിൽ കുറ്റമില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കിട്ടിയിട്ടില്ലേ സ്ത്രീ പീഡനം സംബന്ധിച്ച്? ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. താങ്കൾക്ക് തെളിയിക്കാമോ? താങ്കൾക്കെതിരെ അവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. KM ഷാജഹാൻ ഇപ്പോൾ ഇതിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വെറുതെ അനാവശ്യങ്ങൾ പറയുന്നതിന് ഒരു തെളിവില്ലാതെ സംസാരിക്കരുത്. ഞാൻ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത അങ്ങനെ ഉദ്ധരിച്ചാൽ പ്രശ്നമാവും. അതാണ് നമുക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ പുറത്തെത്തുന്നു, പെൺകുട്ടികൾ പരാതി നൽകുന്നു, VD സതീശനോടക്കം പരാതി പറഞ്ഞതാണ്. ഇതൊക്കെ അറിഞ്ഞും മറച്ചും വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന നാടകം. ഏറ്റവും ഒടുവിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടാണ് പറയുന്നത് വാക്കാലൊരു നടപടിയുണ്ട് എന്ന്. ഇത് ആരെ പറ്റിക്കാനാണ്? PMR ഷോ അങ്ങനെയാണോ? അവർ അവരുടെ പാർട്ടി പ്രകാരം നടപടിയെടുത്തില്ലേ? അതിൽ തൃപ്തമായിക്കൂടെ? ഒരു പാർട്ടി ഒരു MLA അവരോധിച്ചു, അയാൾ പിഴച്ചുപോയി എങ്കിൽ ഇത്രയല്ലേ ഒരു പാർട്ടിക്ക് ചെയ്യാനാകൂ എന്ന് പറയുന്നിടത്ത് യുക്തിയുണ്ടോ? യുക്തിയില്ലേ? PMR ഷോ അജിംഷാദെ, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ നമ്മുടെ മുൻപിലുള്ള ചില അനുഭവങ്ങളുണ്ട്. ഒന്ന്, മാധ്യമങ്ങളുടെ മുൻപിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ദുരനുഭവം, ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അശ്ലീല മെസ്സേജുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അനുഭവം തുറന്നു പറഞ്ഞ ഈ പറഞ്ഞ മുൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഏതു വിധത്തിലാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ആക്രമിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പെർവേർട്ടുകളായിട്ടുള്ള സൈബർ വെട്ടുകൾ ഈ കൂട്ടം അവരെ ആക്രമിച്ചത് എന്നുള്ളതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെ രാഹുലിനെതിരായിട്ടുള്ള നിലപാട് പറഞ്ഞ കോൺഗ്രസിൻ്റെ
വനിതാ MLA ആയിട്ടുള്ള ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ, പല ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് അടക്കം, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള KC വേണുഗോപാലിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വെട്ടുകളി സംഘം ആക്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ നാട്ടിന് മുഴുവൻ ബോധ്യമുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ പെൺകുട്ടി കേരളത്തിലെ ഒരു MLA സംബന്ധിച്ചുള്ള പരാതി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി നൽകുന്നത്. അത് മഹാ അപരാധം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷവും ആ പെൺകുട്ടിക്ക് നേരെ, ആ അതിജീവിത നേരെ ഏത് വിധത്തിലാണ് ഇവരുടെ സൈബർ സംഘം ഇടപെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. ആര് സൈബർ സംഘം മാത്രമാണോ? KPCC ജനറൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് ഉള്ള സർവത്ര ആളുകൾ, മഹിളാ കോൺഗ്രസിന്റെ നേതാവ് അടക്കമുള്ള സർവത്ര ആളുകൾ നിലയ്ക്കാണ് ഇടപെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി അതെ അതെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ ആ കുട്ടി ചേർത്ത് പിടിക്കരുന്നല്ലോ. എന്തായിരുന്നു ഈ UDF-ന്റെ കൺവീനർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അതൊക്കെ AI ആണെന്നാണ് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തി ക്രിയേറ്റ് ചെയ്തതാണ് ശബ്ദ സന്ദേശങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ എന്ന് പറഞ്ഞത് UDF-ന്റെ കൺവീനറാ. ഇന്ന് ഉച്ചയ്ക്ക് ഈ പരാതി വന്ന ആദ്യഘട്ടത്തിൽ UDF കൺവീനറെ ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് ഇയാൾ തട്ടിക്കയറി ചെയ്തത്. ആ സന്ദർഭത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടാണ് UDF-ന്റെ കൺവീനർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇവർ ഭയങ്കര ഇത് പറയണേ, ഭയങ്കര ആർജവത്തോടെ പറയണം, ഞങ്ങൾ പരാതി DGP-ക്ക് കൈമാറി, അവർ എടുക്കാൻ സാധ്യമാകുന്ന മുഴുവൻ ഇടപെടലും നടത്തിയെന്ന്. ഈ വൃത്തികെട്ടവനെ കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ വല്ലാതെ പ്രകോപിച്ചാൽ അടുത്ത ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് മുഴുവൻ എടുത്ത് പുറത്തേക്കിടും എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ കാസർഗോഡ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ വിവരങ്ങൾ കോൺഗ്രസിന്റെ കാസർഗോഡ് MP-യുടെ കയ്യിലുണ്ട്. എന്തേ ആ വിവരങ്ങൾ പോലീസിന് കൈമാറാത്തത്? ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ കാര്യമാണ്, നിരവധി പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആ പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചതെന്ന്. അപ്പൊ ആ വന്ന നിരവധി പരാതികൾ എവിടെ? എന്തുകൊണ്ട് പറയാം നിരവധി പരാതികൾ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ സംഘത്തിന് കൈമാറാൻ വേണ്ടി തയ്യാറായിട്ടില്ല? ഇനി ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻ മാധ്യമ പ്രവർത്തക തന്നെ മാധ്യമങ്ങൾ വഴി പറഞ്ഞു, ഉപതെരഞ്ഞെടുപ്പിന് മുൻപുൾപ്പെടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നുള്ളത്. അത് പറഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇയാളെ തിരുത്താൻ തയ്യാറാകല്ല ചെയ്തത്, മറിച്ച് ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സീറ്റ് അധികം കൊടുക്കുക, ഇയാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക ചെയ്തത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ആ പെൺകുട്ടിയെ മുൻ മാധ്യമ പ്രവർത്തകയായിരുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ഇതാണ് ഇവർ കണ്ടിന്യൂസ് ആയി എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ്. ഇയാളെ സംരക്ഷിക്കാൻ കഴിയുന്നതിന്റെ സാധ്യത മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് പോകാനടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കളാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്കൊക്കെ ബോധ്യമുള്ള ഈ ക്രൈമൊക്കെ ചെയ്തയാള്. ഇപ്പോൾ ആർഷോ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ നഗരസഭാ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന നൈനാൻ, അയാളാണ് ഈ പെൺകുട്ടിയെ ഈ പീഡനത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചു കൊടുത്തത്. നേരത്തെ കോൺഗ്രസുമായി ബന്ധമുള്ള ജോബി എന്നൊരാളാണ് ഗുളിക വേറെ മറ്റേ പെൺകുട്ടിക്ക് കൊണ്ട് കൊടുത്തത്. ആദ്യം പരാതിയുമായി വന്ന പെൺകുട്ടിക്ക് കൊടുത്തത് ഗുളിക എത്തിച്ചു കൊടുത്തത്. അപ്പൊ ഈ ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമല്ല, ആ ഘട്ടത്തിൽ ആദ്യം ഇവർ പിന്തുണ കൊടുത്തു. പല വിവരങ്ങളും പല ഘട്ടത്തിലും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ കൈവശം എത്തിയിട്ടും അവർ നടപടിയെടുത്തില്ല, സംരക്ഷിച്ചില്ല. അതിന്റെ കാരണം എന്താ? കാരണം കോൺഗ്രസിന്റെ അകത്ത് ഈ വിധത്തിലുള്ള പല ബ്ലാക്ക് മെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഈ ഘട്ടം വരെ എല്ലാത്തിനും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്കും ഒക്കെ ഇയാളെ കൈപിടിച്ച് കൊണ്ടുവന്ന വടകര MP ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തതയുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? എന്തായാലും അയാൾക്ക് ധൈര്യമില്ലേ, നിലപാടില്ലേ? അത് പറയാൻ അയാൾക്ക് ഭയാണെന്നേ. കാരണം അയാളെ സംബന്ധിച്ച പല കാര്യങ്ങളും ഈ പാലക്കാട് MLA-യുടെ കൈവശമുണ്ട്. പല കോൺഗ്രസ് നേതാക്കളും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ ചീഞ്ഞു നാറി നിൽക്കുമ്പോഴും ഇയാളെ സംരക്ഷിക്കുന്നത്? അതാണ് ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പരമാവധി പൊതിഞ്ഞാണ് ഏറ്റവും ഒടുവിൽ സംസാരിച്ചത്. ആർഷോ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ശ്രീമതി PM മാതിരയിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് PM മാതിര, അതായത് ഇപ്പോൾ നാളെ ഈ ഒളിവിലാണല്ലോ, ഏതോ ചുവന്ന പോളോ കാറിലൊക്കെ തമിഴ്നാട്ടിലാണോ കേരളത്തിൽ എവിടെയൊക്കെ ഒളിവിലാണ് ഈ MLA, ഈ കോൺഗ്രസ് MLA ഒളിവിലാണ്. അപ്പോൾ ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അതിനുശേഷമാണല്ലോ ഈ കേസ് എത്തുന്നത്. എൻ്റെ ഒരു സംശയമാണ്,
ഇപ്പോഴത്തെ കേസ് എത്തുമ്പോൾ അതിനകത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ രൂക്ഷമായ ഭാവത്തിൽ ഉള്ള കൺസെൻ്റ് ഇല്ലാതെയുള്ള അതായത് റേപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മെറിറ്റ് കൂടി ഇതിനോട് ആഡ് ചെയ്ത് വേണ്ടേ ആൻറ്റിസിപ്പേറ്ററി ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ? അതിനെന്താണ്, എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യണോ? അത് ചെയ്യുമോ പ്രോസിക്യൂഷൻ? എങ്ങനെയാണത്? അതെ, അത് സിമിലർ ഓഫൻസസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ FIR കൂടി എടുത്തിട്ട് ബെയിൽ ഒബ്ജക്ഷന്റെ ഭാഗമായിട്ട് അതുകൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതൊരു സിംഗിൾ ഒഫൻസ് അല്ല, ഇങ്ങനത്തെ ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒഫൻസുകൾ നടന്നിട്ടുണ്ട്, അതിലും ഇദ്ദേഹം തന്നെയാണ് പ്രതി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ ഒബ്ജക്ഷനുള്ള ഒരു കുറച്ചുകൂടി രൂക്ഷമായ ഒബ്ജക്ഷനായിട്ട് അത് മാറും. അത് എന്തൊക്കെ പറഞ്ഞാലും പ്രോസിക്യൂഷൻ അത് നിർബന്ധമായും ചെയ്തിരിക്കുമെന്നുള്ള പ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന്, നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഒരു ഡയറക്ഷൻ കോടതിയിൽ നിന്ന് കിട്ടാൻ കഴിയാവുന്ന ഒരു ഒഫൻസ് അല്ല നടന്നിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള വോയിസ് ക്ലിപ്പുകളുണ്ട്, അതിന്റെ സംസാരിക്കുന്ന തെളിവുകൾ അത്രയും ശക്തമായിട്ടുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് എന്ന് പറഞ്ഞ് ഒരു നോട്ട് ടു അറസ്റ്റ് ഡയറക്ഷൻ വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു കേസേ അല്ല ഇത്. നിർബന്ധമായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മറ്റെന്തോ ആയിക്കോട്ടെ, എത്രയും കൂടിയ ക്രിമിനൽ ആയിക്കോട്ടെ, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിയമ സംവിധാനത്തിന് കീഴടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. മറ്റത് ഇതിന് ഒരു കൊഞ്ഞനം കുത്തുന്നതാണ്. ഇവിടെ നിലനിൽക്കുന്ന നീതിന്യായ സംവിധാനത്തിനോടുള്ള ഇത്രയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ജനപ്രതിനിധി സ്ഥാനവും മറ്റതൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാൾക്ക് എന്ത് വേണേലും കാണിക്കാം. പക്ഷെ ഈ ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് ഈ കാണിക്കുന്നത് ശുദ്ധ തോന്നിയസാണ്. ഇനി അത് ആ കൊടുത്തിട്ടുള്ള നിയമപരമായിട്ടുള്ള അതിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വളരെ ഈ പറയുന്ന വിധത്തിൽ ഈ എക്സിസ്റ്റിംഗ് ലീഗൽ സൊസൈറ്റീനെ വെല്ലുവിളിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരേപോലത്തെ ക്രൈമുകളിൽ റിപ്പീറ്റ് ആയി വരുന്ന സമയത്ത് അതിന്റെ പിന്നെ ആഴം കൂടും, ക്രൈമിന്റെ ഗ്രാവിറ്റി കൂടും. അതിനെ ഒബ്ജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ എന്തായാലും എടുക്കുന്ന ഒരു മാനദണ്ഡം കൂടിയാണിത്. അത് FIR രജിസ്റ്റർ ചെയ്തോന്ന് അറിയില്ല. എന്തായാലും ഈ പരാതി മാധ്യമങ്ങളിലും വരുന്നു, എല്ലായിടത്തും ഇതിന്റെ പിന്നെ കോപ്പികൾ വരുന്നു. അത് FIR ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇതുകൂടി അത് ബെയിൽ അപ്ലിക്കേഷൻ പരിഗണിക്കുന്ന ന്യായാധിപരുടെ മുന്നിലെത്തും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കുറച്ചുകൂടി ഇയാളുടെ അവസ്ഥ മോശമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇങ്ങനെ നാണം കെട്ട് പോകരുത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇത് മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ അദ്ദേഹത്തിന് അയാൾക്ക് ജാമ്യം ലഭിക്കും, അത് ഈ കാണിക്കുന്നതൊക്കെ രാഷ്ട്രീയ ഗിമ്മിക്കാണെന്നൊക്കെ ഈ ട്രോൾ മഴ പെയ്യിക്കാൻ നിൽക്കുന്ന ചില വെട്ടിക്കിളിക്കൂട്ടമുണ്ടല്ലോ, നേരത്തെ ആർഷോ സൂചിപ്പിച്ചു, അതുപോലെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഈ കേസ് തന്നെയാണെങ്കിലും അതിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ? ഇനിയിപ്പോൾ ഇതും കൂടി ആഡ് ചെയ്താൽ പ്രോസിക്യൂഷൻ അവിടെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ അങ്ങനെ പറയാമോ, ഇങ്ങനെ ഒരു കേസ് കൂടി ഉണ്ട്, അതിന്റെ FIR കൂടി സമർപ്പിക്കണം? അതിപ്പോ നമ്മളൊക്കെ പ്രോസിക്യൂട്ടർ ആയിരുന്ന കാലത്ത് സ്ഥിരം ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതെല്ലാം ഒരു പിന്നെ ഒരു രീതിയിൽ കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ സമാനമായി ഈ പേരുള്ള ആൾക്ക് വേറെ ഏതൊക്കെ ഒഫൻസ് ഉണ്ട് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റഡ് ആയിട്ട് വരും കാര്യങ്ങൾ. ഇതൊരു പരാതി പോലീസിന്റെ മുന്നിലെത്തി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ആ FIR കോപ്പി കൂടി ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ. പഴയ പോലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയച്ചാൽ വരുത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് വിരൽത്തുമ്പിലുണ്ട് ഈ സാധനങ്ങളൊക്കെ. പ്രിന്റ് ഔട്ട് എടുക്കാനും ഈ കേസ് പരിഗണിക്കുന്ന കോടതിയുടെ മുന്നിൽ ഹാജരാക്കാനൊന്നും പ്രോസിക്യൂഷൻ ഒരു തടസ്സമില്ല. അതൊക്കെ പ്രോസിക്യൂഷൻ ചെയ്യും. കേരളത്തിലെ പ്രോസിക്യൂഷനിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് നല്ല വിശ്വാസമുണ്ട്. പ്രോസിക്യൂഷൻ ചെയ്യും. അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. ഈ പറയുന്ന വിധത്തിൽ ട്രോളുകാർ പറയുന്നതല്ലല്ലോ നിയമവ്യവസ്ഥയുടെ മുന്നിൽ സംഭവിക്കുന്നത്. അത്രമാത്രം നമ്മുടെ നീതിന്യായ സംവിധാനം അത് പൊളിച്ചു ഞാൻ കരുതുന്നില്ല. വസ്തുതകൾ മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയുന്ന ഒരു ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ജുഡീഷ്യസ് മൈൻഡുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്ത് നിലപാടെടുക്കണം എന്നുള്ളത്. അങ്ങനെ അധികാരം ഉപയോഗിച്ച് എന്ത് ക്രൈമും ചെയ്യാമെന്നുള്ളത് ഈ നാട്ടില് നടക്കുന്നത് എത്രമാത്രം നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വാസ്യത കെടുത്തും എന്നുള്ളത് കോടതികൾ ആലോചിക്കുമല്ലോ. എന്തായാലും അതിലെനിക്ക് വിശ്വാസം എപ്പോഴും ഉണ്ട്. തീർച്ചയായും. ശ്രീ M. ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ അടൂർ നഗരസഭയിലെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായ ഫെനി നൈനാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തത്. അവിടെയും ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. അയാൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിപ്പോയി. അയാൾ ഈ വിഷയം വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിപ്പോയി. നേരത്തെ ഉള്ള ജോബിയും അതുപോലെയായിരുന്നു ഗുളിക എത്തിച്ച ആൾ. അപ്പോൾ ഈ ക്രിമിനൽ കൂട്ടത്തോടൊപ്പം നിൽക്കുന്ന ഈ സൈബറിടത്തെ വെട്ടിക്കിളിക്കൂട്ടം മാത്രമല്ല, അല്ലാതെയുമുണ്ട് ഈ ക്രൈമിനെ സഹായിക്കാൻ. അങ്ങനെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാൻ ഉതകുന്ന ഒരു കൂട്ടത്തിനാണ് കോൺഗ്രസ്
മറ പിടിക്കുന്നത്? അങ്ങനെ നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ എം ജയചന്ദ്രൻ? അത് അതെ, ഇതിനകത്ത് പ്രശ്നം അജിം സാറേ, ഈ ഫെനിയും ജോബിയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ, നമ്മുടെ റജിയൂടെ ശ്രദ്ധിച്ചു കേൾക്കാനാണ് ഞാൻ പറയുന്നത്. റജി, ഇയാൾക്കെതിരെ ഈ പറയുന്ന പോലെ ഒന്നുമല്ല രണ്ടുമല്ല, ഏതാണ്ട് 20ഓളം സമാനമായ കേസുകളുടെ സംഗതികൾ ഇപ്പോ നിലവിലുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ പലർക്കും പരാതിയായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അതിൽ തന്നെ പെട്ട 12ഓളം പേർക്ക്, സ്ത്രീകൾക്ക് വളരെ ഗുരുതരമായ അനുഭവങ്ങൾ ഇയാൾ നേരിടേണ്ടി വന്നതിന്റെ സാക്ഷ്യങ്ങളും വേറെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഡിജിറ്റൽ റെക്കോർഡായിട്ട്, അതെ 12ഓളം, ഇതെല്ലാം ബന്ധപ്പെട്ട ഡിജിറ്റൽ റെക്കോർഡ്സ് ആയിട്ട് എത്തിയിട്ടുമുണ്ട് കേട്ടോ. അതിലൊന്നും ഒരു സംശയവും വേണ്ട. ഇയാളെ കോൺഗ്രസ് തലകുത്തി മറിഞ്ഞാലും ശരി ഇയാളെ രക്ഷിക്കാൻ കഴിയില്ല. ഇയാളെ മാത്രമല്ല, ഈ പറഞ്ഞ ഫെനി, മറ്റേ ജോബി, ഇത്തരം എല്ലാ വേതാളങ്ങൾക്കും ബാധകമാണത്, ഒരു സംശയമില്ലാതെ പറയാം. ഇതൊക്കെ പിടിക്കപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലോ? അല്ല അയാൾ പുറത്തുവിടുകയോ നമുക്ക് നോക്കാം. പക്ഷെ അജിംസാദെ, ഈ റജി അടക്കമുള്ള ചിലരൊക്കെ നിരന്തരം ഉയർത്തുന്ന ഒരു ഡിഫൻസ് ഉണ്ട്, അതേക്കുറിച്ചുകൂടെ ഒന്ന് സൂചിപ്പിക്കുക ഞാനേ. ഒന്ന്, പി ശശിയുടെ കാര്യം പറയും. നിങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. കാസർഗോഡ് ജില്ലാ കോടതി 2014 പി ശശിയെ കുറ്റവിമുക്തനാക്കുന്നത്. രേഖകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്, താങ്കൾ പരിധി നോക്കിയാൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ അതിലെല്ലാം കിടപ്പുണ്ട്, സംഭവമൊക്കെ നടക്കുന്നത്. അതുപോലെ മുകേഷിന്റെ കഴിഞ്ഞ വർഷത്തെ എറണാകുളം ഹൈക്കോടതിയാണല്ലോ അവിടുന്ന് ജാമ്യം കൊടുത്ത് വിട്ടത്, ആണല്ലോ. അത് താങ്കൾക്ക് തർക്കമൊന്നുമില്ലല്ലോ, രാഷ്ട്രീയമായി ഇടപെട്ടിട്ടൊന്നുമല്ലോ കൊടുക്കുന്നത്. പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി ഉണ്ട്, കാരണം അത് പെൺകുട്ടികളെ മദ്രാസിൽ കൊണ്ടുപോയി പഠിപ്പിച്ചതിന് വേറെ തെളിവുണ്ട്, അവരുടെ പേര് കേസ് നടക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, അതിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ എന്തും പറയാം എന്നുള്ള ഒരു ലൈസൻസ് കൊണ്ടൊന്നും ഇക്കാര്യത്തിൽ മറപിടിക്കാൻ നടക്കരുത്. അത്രയേറെ നീചത്വമാണ് ഈ വ്യക്തി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നായകൻ എന്നുള്ള നിലയിൽ, MLA എന്നുള്ള നിലയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അതിനെ ഇത്ര കാലം സംരക്ഷിച്ചു പോകുന്നത് മുഴുവനും, അത് ഞാൻ പറഞ്ഞത്, ഈ 20ഓളം പരാതികൾ ഇരിക്കുന്ന നേതാക്കന്മാരുടെ ഇല്ല, ഒന്നും ചെയ്യാതിരിക്കുക, അവര് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ, ഈ മാന്യനെ. അതാണിപ്പോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോന്നോരോന്നായിട്ട്. ഇനിയും പറയാനുണ്ടെന്നേ, വേറൊന്നും വേണ്ട അജിംസാദ്, ഒറ്റ കാര്യം പറഞ്ഞാൽ നിർത്താം. AICC അംഗമാണല്ലോ ഇപ്പോഴും TN പ്രതാപൻ. അദ്ദേഹത്തിന്റെ പരാതി കോൺഗ്രസ് ഹൈക്കമാൻഡിൽ കിടക്കുക, ഇപ്പോഴും തൊട്ടു നോക്കിയിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. അതേക്കാൾ അവരുടെ കൂട്ടത്തിലുള്ളവർ പോലും നൽകുന്ന പരാതികൾ കൊടുത്തിട്ടില്ല. എന്തിനാണ് കൊടുക്കാൻ നീതി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല TN പ്രതാപന് പോലും. എന്നിട്ടാണ് താങ്കൾക്ക് ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഈ തുടക്കുന്ന ആരെയാണ്? നിങ്ങൾ സ്വയം കൊഞ്ചനം കുത്തുകയാണ് കേട്ടോ. തീർച്ചയായും. ശ്രീ കോൺഗ്രസ് സഹയാത്രികൻ ബി റജി, കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് ഫെനി നൈനാൻ കൂടി ഇതിലെ കൂട്ടുകക്ഷിയാണ് ഈ ക്രൈമിന്. ഇങ്ങനെ കോൺഗ്രസ് തണലിലാണ് ഇവർ ഈ രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുപ്രതികളായുള്ളതും കോൺഗ്രസ് നേതാക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫെനി നൈനാനെതിരെ ഇനി നിങ്ങൾ എന്ത് നടപടിയെടുക്കും? ഈ ഫെനി നൈനാനെതിരെ എന്ത് കേസാണെന്നുള്ളത് എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ പെട്ടതാവാം. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമല്ല. അങ്ങനെ സൗഹൃദത്തിലാകുന്ന ഒരാൾ ഒരു പെൺകുട്ടി എത്തിച്ചു കൊടുക്കുമോ ഹോം സ്റ്റേയിൽ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഞാൻ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അത് നിയമം, തെറ്റ് ചെയ്തവരാരാണോ അവർ ശിക്ഷ അനുഭവിക്കട്ടെ, നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ. അവർക്ക് നിയമപരമായിട്ട് എന്താ ശിക്ഷയാണോ വിധിച്ചിട്ടുള്ളത് അത് അവരെ എന്താണ് ആര് പറഞ്ഞാലും ഇല്ലല്ലോ അത് നടക്കും. അതെ, അതിൽ ഞാനും ഔദാര്യം വേണ്ട, ഞാൻ അതിനോട് യോജിക്കുന്നു. ആ നിലപാടാണ് എനിക്കും ഉള്ളത് അക്കാര്യത്തിൽ. ശരി. PM മാർഷോ, ഇങ്ങനെ പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ തീരുന്ന ഒരു കേവലം നിയമപ്രശ്നം എന്ന നിലയിൽ മാത്രമാണ് ഇതിനെ ഇപ്പോൾ കാണാൻ ശ്രമിക്കുന്നത്, ഇപ്പോഴെങ്കിലും കോൺഗ്രസ് കാണാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പലര് വഴിയും പറയുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ ചർച്ചയ്ക്കെത്തുന്നില്ല? കോൺഗ്രസ് സഹയാത്രികനാണ് ബി റജി അവിടെ എത്തുന്നത്. അതൊന്ന്. രണ്ട്, ഈ രീതിയിൽ കോൺഗ്രസിന് കൈയൊഴിയാവുന്ന പ്രശ്നമാണോ ഇത്?
ഇത് കോൺഗ്രസിന് കൈയൊഴിയാവുന്ന പ്രശ്നമല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ നിലവിൽ അകപ്പെട്ടിട്ടുള്ള വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസ് രണ്ടായി നിൽക്കുകയാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ആയിട്ടുള്ള ഒരു വിഭാഗം കോൺഗ്രസും അല്ലാത്ത ഒരു വിഭാഗം കോൺഗ്രസും. ദൗർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ആയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും എണ്ണമാണ് കേരളത്തിലെ കോൺഗ്രസിൽ വലുത് എന്നുള്ളതാണ് ഈ അനുഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവര് ചർച്ചയ്ക്ക് വിടുന്ന ആളുകളിൽ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ഗ്രൂപ്പിനകത്തുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ വിടണോ അല്ലാത്ത കോൺഗ്രസിന്റെ നേതാക്കളെ വിടണോ എന്നുള്ള തർക്കം നിലനിൽക്കുന്നു. അല്ലാത്ത ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കെതിരെ ഈ പറഞ്ഞൊരു ഇപ്പുറത്ത് നിൽക്കുന്ന മാങ്കൂട്ടം അനുകൂലി കോൺഗ്രസ് വിഭാഗമാകെ ആക്രമണം ഒഴിച്ചുവിടുന്നു. ഈ നിലയിലേക്കുള്ള വലിയ പ്രതിസന്ധിയിൽ കോൺഗ്രസ് നിലവിൽ നിൽക്കുകയാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഇതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് ടിക്കറ്റ് നൽകി അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള സീരീസ് ഓഫ് ക്രൈംസിന്റെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത, മനുഷ്യത്തുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത കുറ്റകൃത്യങ്ങളുടെ തുടർച്ചയായ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ പുറത്തേക്ക് കളയാൻ വേണ്ടി ഇങ്ങനെ ഒരാൾ MLA ആയി കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തുടരേണ്ടതില്ല എന്ന് പറയുന്നതിൽ നിന്ന് കോൺഗ്രസിന്റെ നേതാക്കളെ ഭയപ്പെടുത്തുന്നത് എന്ത്? ആരെയാണ് ഇവർക്ക് പേടി? VD സതീശനും അടൂർ പ്രകാശിനും സണ്ണി ജോസഫിനും ഷാഫി പറമ്പിലിനും ആരെയാണ് പേടി എന്ന ചോദ്യം ഇയാൾക്കെതിരെ മുണ്ടാൻ, ഇയാളെ പിടിച്ച് പുറത്തിടാൻ, ഇയാളെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ എന്തിനാണ് ഭയം? ഭയമില്ലെങ്കിൽ ഇയാളോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക. എന്തിനാണ് ഈ വിഴുപ്പിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ ചുമക്കുന്നത്? നാണക്കേടാണ്. ഇപ്പൊ പാലക്കാട്ടിൽ നിന്നു പറഞ്ഞ് പുറത്തേക്ക് പോയി വേറെ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി നാണക്കേടാണ്. അത്രമേൽ നാണം കെട്ടൊരാൾ പാലക്കാടിന്റെ MLA ഈ നാട്ടിലെ ജനങ്ങളെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ, പേടിയില്ലെങ്കിൽ എടുത്തു വെളിയിൽ കള. നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ, പേടിയില്ലെങ്കിൽ സംരക്ഷിക്കാതിരിക്കുക, രാജി ആവശ്യപ്പെടുക. അതിനുള്ള ഒരു ആർജവം കാണിക്കുക. നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നും അങ്ങനെ നിങ്ങൾക്ക് കൈ കഴുകി ഊരിപ്പോരാൻ വേണ്ടി പറ്റില്ല എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കിയതല്ലത്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ജയിപ്പിക്കാനായി അവതരിപ്പിച്ച അതേ ചിഹ്നമായ കൈപ്പത്തിയാണ് ഇപ്പോഴും കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നമായി വോട്ട് ചോദിക്കാൻ നിരത്തുന്നത്. ആ കൈപ്പത്തി കൊണ്ട് വോട്ട് ചെയ്യാനുള്ള ചിഹ്നം മാത്രമല്ല, അതുകൊണ്ട് ചെയ്യേണ്ട പ്രതികരണത്തിൻ്റെ പ്രവൃത്തികൾക്ക് കൂടി നിദാനമാക്കേണ്ടതാണ് കൈപ്പത്തി എന്ന് ജനം പറയും. ഇപ്പോൾ അവർ ആ കൈപ്പത്തി മടക്കി മൂക്കത്ത് വിരലായി ചൂണ്ടിയെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് കൂടുതൽ ശക്തിയോടുകൂടി ചൂണ്ടുന്ന കാലം വിദൂരമല്ല. അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നൈതിക മൂല്യത്തോടുകൂടി നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് പൂർണ്ണമാകുന്നു.